ഒരു മൂല്യബോധമാണ് എന്ന് കരുതാൻ ആരെങ്കിലും ഉണ്ടോ? അപരമതത്തോടുള്ള വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടും അത് ശക്തിപ്പെടുത്തിക്കൊണ്ടും സ്വന്തം മതത്തെ ശക്തിപ്പെടുത്തുക എന്നല്ല. അതെ, 4000 ക്രിസ്ത്യാനികളോ മറ്റോ തിങ്ങിക്കൂടിയെന്ന് പറയുന്ന കൊളംബസ് ഹാളിൽ ചെന്ന് ബാക്കി എല്ലാവരും മൈ ഡിയർ ബ്രദേഴ്സ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഓഫ് അമേരിക്ക എന്ന് പറയുന്ന സമയത്ത് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു അഭിസംബോധന വാക്യം പറയാൻ കഴിയുന്ന മട്ടിൽ മതം നിങ്ങളെ അകമേ രൂപാന്തരപ്പെടുത്തുന്നുണ്ടോ? നാരായണഗുരു പറഞ്ഞതുപോലെ അപരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു എന്ന് പറയാൻ. അങ്ങനെ മതം ഒരു ധാർമ്മിക മൂല്യമായി, മാനവികവും പ്രാപഞ്ചികവുമായ ഒരു സാഹോദര്യ ഭാവമായി, അംബേദ്കർ മൈത്രി എന്നൊക്കെ പറഞ്ഞ ഒരു സാർവത്രികമായ പ്രപഞ്ചവ്യാപിയായ ഒരു സ്നേഹാനുഭൂതിയായി പ്രവർത്തിക്കുന്ന മതം എവിടെയെങ്കിലും ബാക്കിയുണ്ടോ? മുൻപ് മുഴുവൻ അതായിരുന്നു എന്നല്ല ഞാൻ പറയണത്, പക്ഷെ ആ അംശം ഉണ്ടായിരുന്നു. ഇന്ന് ആ അംശത്തെ ഏതാണ്ട് പൂർണ്ണമായിട്ട് റദ്ദാക്കിയിട്ട് എല്ലാ മതങ്ങളിലേക്കും ആചാരപരതയും മതഭ്രാന്തും അന്യമത വിദ്വേഷവും അപരരോടുള്ള വെറുപ്പും മതജീവിതത്തിന്റെ അടിസ്ഥാന യുക്തിയായി മതത്തിന്റെ മണ്ഡലത്തിൽ കാണാം. വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൽ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസം പണി പഠിക്കലായി. വിദ്യാഭ്യാസം ഒരു